ആ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ആസ്വാദനം അത് വായിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്നൊരു ആസ്വാദനമാണ്. അപ്പോൾ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് വായിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മെമ്മറിയിൽ നിന്നോളുന്നില്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, പക്ഷെ മിക്കവാറും എല്ലാം മറന്നുപോയി. പിന്നെ എന്തിനാണ് ഈ വായന? ഒരു വിദ്യാർത്ഥി തൻ്റെ ടീച്ചറോട് ചോദിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ടീച്ചർ അവനോടൊരു പഴയ അഴുക്ക് പിടിച്ച അരിപ്പ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും അരിപ്പയിൽ നിന്നില്ല. വെള്ളമെല്ലാം ചോർന്നുപോയി. നിരാശനായി അവൻ ടീച്ചറോട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞില്ല, ഇത് അസാധ്യമാണ്. ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തോറ്റിട്ടില്ല മോനെ, ആ അരിപ്പയിലേക്കൊന്ന് നോക്കൂ. വിദ്യാർത്ഥി നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. ആ പഴയ അഴുക്ക് പിടിച്ച അരിപ്പ ഇപ്പോൾ വെട്ടിത്തിളങ്ങുന്നു. ടീച്ചർ തുടർന്നു, വായനയും ഇതുപോലെയാണ്. വായിക്കുന്നതെല്ലാം ഓർമ്മയിൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം അരിപ്പയെ വൃത്തിയാക്കുന്നത് പോലെ വായന നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, നിന്റെ ആത്മാവിനെ നവീകരിക്കുന്നു. നീ അറിയാതെ തന്നെ നീ ഉള്ളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ആളുകൾക്കുള്ള പരാതിയാണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കുന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഓർക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വായിക്കാതിരിക്കണ്ട എന്നറിയിക്കുന്നൊരു മെസ്സേജാണ് ചിന്തയിലൂടെ തന്നത്. നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞിട്ട് അതിലൂടെ വായിച്ചിട്ടുണ്ട്, ആ സമയത്ത് നമ്മുടെ ഉള്ളിലത് തട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓർമ്മ വരും. സുഹൈർക്ക് വായിച്ചൊരു പുസ്തകം വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവ് നിങ്ങൾ കിട്ടി, ഒരുപാട് ഇമോഷണലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കുറേ പോയിൻറ്റ്സുകൾ കിട്ടി. പക്ഷേ ആ പുസ്തകമൊക്കെ വായിച്ച് കഴിഞ്ഞൊരു ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലെന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിക്കോണമെന്നുണ്ടാവില്ല. പക്ഷെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ കണക്ട് ചെയ്യും. ഒന്ന് വെറുതെ അങ്ങനെ വായിച്ചു പോയാൽ മതി, അവരുടെ ഉള്ളിൽ കിടന്നോളൂ എന്നുള്ള ആശയത്തിലല്ല പറയുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാം. മിക്കവാറും ദിവസങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, എൻ്റെ ഉപ്പ രാവിലെ പേപ്പർ വായിക്കും. രാവിലെ പേപ്പർ ഒരു വായന കഴിഞ്ഞ് ഞാൻ ഉച്ചക്ക് വരുന്ന സമയത്തും ഉപ്പാക്ക് വായിക്കുന്നതാണ് പണി, ഇതേ ന്യൂസ് പേപ്പർ തന്നെ. അപ്പം ഇപ്പാനോട് ചോദിക്കും, എന്താ ഇപ്പോൾ രാവിലെ ഇപ്പം നിങ്ങൾ മൊത്തം വായിച്ചതാണല്ലോ. അപ്പോൾ ഉപ്പ പറയും, ഞാനത് മറന്നു. അങ്ങനെയുണ്ട്. അല്ല, പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെലക്റ്റീവ് ആവുക എന്നുള്ളതാണ്. നമുക്ക് കണ്ണിൽ കാണുന്നതൊക്കെ വായിക്കുക. ചില വായനകൾക്ക് കുറച്ചുകൂടി ഗൗരവം ഉണ്ടാക്കേണ്ടത് വരും. ചിലത് വെറുതെ വായിച്ച് വിട്ടാൽ മതിയാവും. ഇപ്പോൾ പത്രമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വായിച്ച് വിട്ടാൽ മതി. പക്ഷെ നമ്മൾ നേർപ്പദം, ഇസ്ലാമിക് ജേർണലുകൾ, പുസ്തകങ്ങൾ, ഖുർആൻ തുടങ്ങിയത് നീ വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായന എന്ന് പറയുന്നത് അത് വേറെ ഒന്ന് തന്നെയാണ്. അക്ഷരങ്ങൾ നമ്മൾ പൊറുക്കുമ്പോൾ വേറെ ഏതെങ്കിലും പണി, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാൽ വായന നടക്കില്ലല്ലോ. അതതിന് മാത്രമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ചില കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ സമയമാവട്ടെ, ഖുർആൻ്റെ ആശയങ്ങൾ പഠിക്കുന്നിടത്താവട്ടെ, നമ്മുടെ ഉള്ളിൽ നവീകരണ പ്രക്രിയ നടക്കുന്നത് വായനയിലൂടെ തന്നെയാണ്. നല്ല വായനയാവുമ്പോൾ